പറയാം. 2025 2025 അപ്രതീക്ഷിതമായി ഞാൻ വായിക്കാനിടയായ പുസ്തകം മലയാളത്തിന്റെ ക്ലാസിക് നോവലായ എം.ടിയുടെ നാലുകെട്ടാണ്. ഇനി വരുന്ന വർഷം 2026 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകം അമേരിക്കൻ അഫ്ഗാൻ എഴുത്തുകാരനായ ഖാലിദ് ഹുസൈനിയുടെ 1000 Splendid Suns എന്ന പുസ്തകമാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന് തുടങ്ങുന്ന ബെന്യാമിന്റെ ആടുജീവിതമാണ് 2025 എന്നെ ഏറെ സ്വാധീനിച്ച പുസ്തകം. 2026 ഫ്രഞ്ച് ലിറ്ററേച്ചർ ബുക്സ് ആണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 2025 അവസാനിക്കുമ്പോൾ നമ്മുടെ വായനയിൽ തങ്ങി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകം KN പ്രശാന്തിൻ്റെ പൊനം എന്ന നോവലാണ്. 2026 വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് TD രാമകൃഷ്ണന്റെ കോരപ്പാപ്പാന് സ്തുതി എന്ന നോവലാണ്. മനുഷ്യരിൽ ആദ്യവുമായ ആഹ്ലാദത്തിന്റെ ശബ്ദം എന്തായിരുന്നു? തീർച്ചയായും അതൊരു നിലവിളിയുടെ രൂപത്തിലായിരിക്കും. സാറാ ജോസഫിന്റെ മാറ്റാത്തി എന്ന നോവലിലെ വരികളാണിവ. 2025 ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലാണിത്. 2026 കടക്കുമ്പോൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് വൈലോപ്പള്ളിയുടെ സഖിന്റെ മകൻ എന്ന കവിതയാണ്. 2025 വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് പട്ടുനൂൽപ്പുഴുവാണ്. എസ് ഹരീഷിന്റെ. 2026 വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങളിൽ മരണവംശം എഴുതിയിട്ടുള്ള PV ഷാജികുമാറിന്റെ തെറം എന്ന നോവൽ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വർഷം ഞാൻ വായിച്ച ഒരു നല്ല പുസ്തകം, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ രസിച്ചു വായിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് സന്ധ്യ മേരിയുടെ മെറിയ വെറും മറിയ എന്ന പുസ്തകമാണ്. അടുത്ത വർഷം ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം ഒത്തിരി പഴയതാണ്. 1936 ഡെയിൽ കാർണഗി എഴുതിയ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ള പുസ്തകമാണത്. 2025 ഞാൻ വായിച്ച പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാമതുള്ളത് SK ഹരിനാഥ് എഴുതിയ മിസ്റ്റിക് അറ്റ്മോസ്ഫിയറിലുള്ള ഒരു ഹൊറർ ത്രില്ലർ നോവലായ കറുത്തച്ഛനാണ്. രണ്ടാമതായിട്ട് നിമ്ന വിജയ് എഴുതിയ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗമായ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടാണ്. ഇനി 2026 എൻ്റെ TBR ലിസ്റ്റിൽ ഉള്ള ബുക്കുകളിൽ ഏറ്റവും ഉയർന്ന ഒന്നാമതും രണ്ടാമത്തെ സ്ഥാനമുള്ളത് 2025 ബുക്കർ പ്രൈസ് ഷോർട്ട് ലിസ്റ്റഡ് ആയ കിരൺ ദേശായി എഴുതിയ നോവലായ ദ ലോൺലിനെസ് ഓഫ് സോണി ആൻഡ് സണ്ണി. രണ്ടാമതായിട്ട് TD രാമകൃഷ്ണന്റെ ഏറ്റവും ഫേമസ് നോവലായ ഫ്രാൻസിസ് സിറ്റിക്കോരയുടെ 2ാം ഭാഗമായ കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷം പരിചയപ്പെട്ട പുസ്തകങ്ങൾ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് രാജ്ദീപ് സർദേശായിയുടെ 2024 ദി ഇലക്ഷൻസ് ദാറ്റ് സർപ്രൈസ്ഡ് ഇന്ത്യ എന്ന പുസ്തകം. അടുത്ത വർഷം ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്ന പുസ്തകം പ്രണോയ് റോയുടെ ദ വേർഡിക്റ്റ് എന്ന ഗ്രന്ഥമാണ്.